ക്രിസ്മസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഓരോ ചാപ്റ്റേഴ്സും എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഓരോ ചാപ്റ്റേഴ്സിലും എത്ര മാർക്ക് വീതമാണ് എക്സാമിനേഷൻ ഉണ്ടാവുക, ഓരോ ചാപ്റ്റേഴ്സും എത്ര ഇമ്പോർട്ടൻസോട് കൂടി നമ്മൾ പ്രിപ്പയർ ചെയ്യണം എന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. മക്കളെ അടിച്ചു കയറിപ്പോറി, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്, ഇറ്റ്സ് മീ ബഹാവുദ്ദീൻ. സോ ഗൈസ്, നമുക്ക് നോക്കാനുള്ളത് 7 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് ഈ ഒരു ക്രിസ്മസ് എക്സാമിലേക്ക് പഠിക്കാനുള്ളത്. ഹാഫ് ഇയർ എക്സാമിലേക്ക് നോക്കുകയാണെങ്കിൽ 1, 2, 3, 4, 5, 6, 7 ചാപ്റ്റേഴ്സ് ആണുള്ളത്. നമുക്കില്ലാത്തത് 8ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നമുക്ക് എന്ത് ചെയ്യാനുള്ളത് ഹാഫ് ഇയർ എക്സാമിൽ നിന്നും ഒഴിവാക്കാനുള്ളത്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ബാക്കിയുള്ള 7 ചാപ്റ്റേഴ്സിൽ നിന്നുമായിട്ടായിരിക്കും നമുക്ക് എക്സാമിനേഷൻ നടക്കുക. 60 മാർക്കിനും 80 മാർക്കിനുമായിരിക്കും എക്സാം ഉണ്ടാവുക. ക്ലിയർ അല്ലേ? കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന് കുട്ടികളാണെങ്കിൽ അവർക്ക് 60 മാർക്കിനും AFSന്റെ സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് 80 മാർക്കിനായിരിക്കും എന്തുണ്ടാവുക എക്സാമിനേഷൻ ഉണ്ടായിരിക്കുക. പറഞ്ഞ കാര്യം എല്ലാവർക്കും സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഓരോ ചാപ്റ്റേഴ്സിനും എത്ര മാർക്ക് വീതമാണ് എക്സാമിനേഷന് ചോദിക്കാൻ ചാൻസ് ഉള്ളത് എന്ന് നമുക്ക് നോക്കിയാലോ? അങ്ങനെയെങ്കിൽ എന്നാ പിടിച്ചോ. ഫസ്റ്റ് ഓഫ് ഓൾ 1ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നും 6 മാർക്ക് മുതൽ 8 മാർക്കിന് വരെ എക്സാമിനേഷന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സെക്കൻഡ് ചാപ്റ്റർ ആയ തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ്ങിൽ നിന്നും സെയിം 6 മാർക്ക് മുതൽ നമുക്ക് 8 മാർക്കിന് വരെ എക്സാമിനേഷൻ എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. ഓക്കെ അല്ലേ? അതേപോലെ ഒറിജിനൽ ആൻഡ് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 1, റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 1 എന്ന് പറഞ്ഞ 3ാമത്തെ ചാപ്റ്ററിൽ നിന്നും 8 മുതൽ 12 മാർക്കിന് വരെ നമുക്ക് എന്ത് ചെയ്യും എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ ഒറിജിനൽ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 2 എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നും 10 മാർക്ക് മുതൽ 15 മാർക്കിന് നമുക്ക് എന്ത് ചെയ്യാം മക്കളെ, ഈ ഒരു ചാപ്റ്ററിൽ നിന്നും നമുക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഓക്കെ അല്ലേ? ദെൻ നെക്സ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ BRS ആണ്, ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റിൽ നിന്നും 6 മാർക്ക് മുതൽ 8 മാർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ ട്രയൽ ബാലൻസ് ആൻഡ് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സിലേക്ക് നോക്കുകയാണെങ്കിൽ സെയിം 6 to 8 മാർക്സ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് എക്സ്പെക്ട് ചെയ്യേണ്ടത്. ലാസ്റ്റ് ആൻഡ് ഫൈനലി നമ്മുടെ സ്വന്തം ഡിപ്രീസിയേഷൻ പ്രൊവിഷൻ ആൻഡ് റിസർവ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നും 8 മാർക്ക് മുതൽ 12 മാർക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ മക്കളെ, നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചിട്ടാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി നിങ്ങൾ പഠിച്ചിരിക്കുന്ന 3 ചാപ്റ്റേഴ്സ്, ഒന്ന് ഒറിജിനൽ ആൻഡ് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 1 എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. ഏറ്റവും കൂടുതൽ മാർക്കിന് എക്സാമിനേഷൻ നിങ്ങൾക്ക് ചോദിക്കുക ഈ ഒരു 4th ചാപ്റ്റർ നിന്നായിരിക്കും. ക്ലിയർ അല്ലേ? അതായത് ഡബിൾ കോളം ക്യാഷ് ബുക്കും അതേപോലെ സിംഗിൾ കോളം ക്യാഷ് ബുക്കും പെറ്റി ക്യാഷ് ബുക്കും പേർച്ചേസ് ഡേ ബുക്കും അതേപോലെ കുറച്ച് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ചാപ്റ്ററിൽ നിന്നും എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ രണ്ടാമതായി നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്, രണ്ടാമതായി നിർബന്ധമായും പഠിച്ചിരിക്കേണ്ടത് ഒറിജിനൽ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 1 എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. കാരണം 8 മാർക്ക് മുതൽ 12 മാർക്കിന് നമുക്ക് എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ഈ ചാപ്റ്ററിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. ക്ലിയർ അല്ലേ? എന്നാൽ അവസാനത്തെ ചാപ്റ്ററായ ഡിപ്രീസിയേഷൻ പ്രൊവിഷൻ ആൻഡ് റിസർവ്സ്, ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യും 8 മാർക്ക് മുതൽ 12 മാർക്കിന് വരെ എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട് എക്സാമിനേഷന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ ഈ 3 ചാപ്റ്റേഴ്സും വളരെ പ്രധാനമായിട്ടും കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടും കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ടും എന്ത് ചെയ്യണം മക്കളെ, ഈ 3 ചാപ്റ്റേഴ്സ് പഠിക്കണം. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചിട്ടാണെങ്കിൽ ഇത് ഔദ്യോഗികമായിട്ട് ഗവൺമെന്റ് പുറത്തിറക്കിയിട്ടുള്ള എന്തല്ല ഒരു ഡാറ്റയല്ല. ക്ലിയർ അല്ലേ? നമ്മൾ പ്രീവിയസ് ഇയേഴ്സ് പരിശോധിക്കുന്ന സമയത്ത് അതിൽ നിന്ന് നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുന്ന ഡാറ്റയാണ്. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ ഒറിജിനൽ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യനിൽ നിന്നും 20 മാർക്കിന് വരെ എന്ത് ചെയ്തിട്ടുണ്ട്, ചില വർഷങ്ങളിൽ എക്സാമിനേഷന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇസ് ആർ ക്ലിയർ? എങ്ങനെ 20 മാർക്കിന് വരെ ഈ 4th ചാപ്റ്റർ ആയിട്ടുള്ള ഒറിജിനൽ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 2 എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ എന്ത് ചെയ്തിട്ടുണ്ട് എക്സാമിനേഷന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മക്കൾ എന്ത് ചെയ്യുക, എല്ലാവരും പഠിക്കുക. ഇനി ഈ ഓരോ ചാപ്റ്റേഴ്സിലും ഏതെങ്കിലും ടോപ്പിക്കിലും മക്കൾ നിങ്ങൾക്ക് ആർക്കും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡസന്റ് മാറ്റർ, സൈലം വിത്ത് യു, നിങ്ങൾ എന്ത് ചെയ്യുക ഈ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഏതൊക്കെ വീഡിയോസ് ആണ് സെപ്പറേറ്റ് ആയിട്ട് വേണ്ടതെന്ന കാര്യം നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ മറ്റ് പല വീഡിയോസ് നമുക്ക് എന്ത് ചെയ്യാം വീണ്ടും കണ്ടുമുട്ടാം. നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം മുഴുവനായിട്ടും തീർക്കാം. എക്സാമിനേഷൻ എന്ത് ചെയ്യാം ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യാം. താങ്ക് യു സോ മച്ച്. ഓൾ ദ ബെസ്റ്റ്. ബൈ.